ഹലോ കൂട്ടുകാരെ, നമ്മളുണ്ടാക്കുന്ന കറികളിലൊക്കെ നല്ല രുചിയും മണവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഇലയാണ് നമ്മൾ കറിവേപ്പ്. നമുക്കറിയാം, കറിവേപ്പ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒട്ടനവധി കീടനാശിനിയൊക്കെ അടിച്ചതാണ് നമുക്ക് കിട്ടുക. പക്ഷേ നമ്മളെ വീട്ടുപറമ്പിൽ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ ഈ ചെടി. വളരെ ചെറിയൊരു ചെടി വേരോടെ പിഴുതെടുത്ത് കൊണ്ടുവന്ന് നട്ടതാണിത്. ഒരു ഇരുമ്പ് ടാങ്കിൽ മണ്ണും കരിയിലയും ചാണകപ്പൊടിയും ചേർത്ത മിശ്രിതം തയ്യാറാക്കിയാണ് ഞാൻ നട്ടിരിക്കുന്നത്. വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി മുതലായവ ലഭ്യമാകുന്ന അവസരത്തിൽ മണ്ണിളക്കി കൊടുത്ത് ചേർത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കരിയിലകൾ വിതറി കൊടുക്കും. കൂടാതെ നേർപ്പിച്ച തൈരും ഇതിലേക്ക് 2 ആഴ്ചയിൽ ഒരു തവണ ഒഴിച്ചു കൊടുക്കും. ഇലയെ ആക്രമിക്കുന്ന ഒരു തരം പുഴുവിനെയും അതിൻ്റെ കുടുംബത്തെയും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. അതുമാത്രമാണ് എനിക്കുള്ള ഏക വെല്ലുവിളി. അതിനെ ഞാൻ നിഷ്കരണം കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. പിന്നീട് വെള്ളം നന്നായി ശക്തിയിൽ ഇലയിലേക്ക് അടിച്ചു കൊടുക്കുകയും ചെയ്യും. കൊമ്പുകൾ മുറിച്ചു കളഞ്ഞാൽ ഇതുപോലെ കുറേ അധികം ശാഖകൾ വന്ന് കറിവേപ്പ് ബുഷിയായി വളരുകയും ചെയ്യും.